ലൈംഗിക ആരോപണ വിവാദത്തിൽ രാഹുലിന്റെ ചാറ്റും കൂടുതൽ ശബ്ദരേഖയുമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ പുറത്തു വരുന്നത്. പെൺകുട്ടി ഗർഭിണിയാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റിൽ പറയുന്നു. വാട്സാപ്പ് ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്തു. ഷഫീദ്, ഇതുപോലൊരു ഓഡിയോ സന്ദേശവും ചാറ്റുമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതൊക്കെ ഒന്നുകൂടി സാധൂകരിക്കുന്ന ബലപ്പെടുത്തുന്ന പുതിയ ചാറ്റുകൾ പുറത്തു വരുന്നു. ധാർമ്മികമായി ഒരു രാഷ്ട്രീയക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിയാകുമ്പോഴും നിയമപരമായി ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ പടിവാതിൽക്കൽ നിൽക്കെ ഈ ആരോപണം, പുതിയ ചാറ്റ്, പുതിയ ശബ്ദരേഖ, അതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകില്ലേ രാഷ്ട്രീയപരമായി? സുഹേൽ, ഉറപ്പായിട്ടും. കാരണം ഇതുവരെ, അതായത് ഇതിൻ്റെ ആദ്യ ശബ്ദരേഖകളും ചില ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നെങ്കിലും അന്നൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനമായി മാറിയത്, പ്രധാന തടസ്സം, നിയമപരമായ തടസ്സം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഫിഡൻസോടുകൂടി പറഞ്ഞ കാര്യമായിരുന്നു. പരാതിയുമായി ആരും തനിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല, സർക്കാർ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ എന്ത് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഫിഡൻസോടുകൂടി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ സാഹചര്യമല്ല. മാത്രമല്ല, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഏത് സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ പുറത്തു വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചും ഇത് ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ജനങ്ങൾക്കിടയിൽ എന്നുള്ള കാര്യം ഉറപ്പുമാണ്. മാത്രമല്ല, ഈ ശബ്ദരേഖയിൽ കൃത്യമായി മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ചാറ്റാണ്. ആ വാട്സപ്പ് ചാറ്റിന്റെ പകർപ്പാണ്. വാട്സപ്പ് ചാറ്റിൽ പറയുന്നുണ്ട്, ഈ ഗർഭിണിയാകാൻ തയ്യാറായിക്കൊള്ളൂ, മാത്രവുമല്ല എനിക്ക് തന്നെ ഗർഭിണിയാക്കണം, നമുക്ക് കുഞ്ഞ് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതിനുശേഷം ആ ശബ്ദരേഖയിലാണ് മറ്റു ചില തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ആ സംഭാഷണം അത് തുടങ്ങുന്നത് തന്നെ ഈ പെൺകുട്ടി തൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടി ഗർഭമലസിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് ശേഷം ആ പെൺകുട്ടി നടത്തുന്ന സംഭാഷണമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ പറയുന്നുണ്ട്, ആ ശബ്ദരേഖ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പെൺകുട്ടി പറയുന്നു, അമ്മയ്ക്കറിയാവുന്ന ഡോക്ടറാണ്, അതുകൊണ്ടാണ് പേടി. രാഹുൽ ചോദിക്കുന്നു, എവിടെയാണ് പോകുന്നത്? പെൺകുട്ടി പറയുന്നു, എനിക്ക് വയ്യാതെ ഇരിക്കുകയാണ്, ഛർദി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം രാഹുൽ അതിന് മറുപടി പറയുന്നത്, പൊന്നു സുഹൃത്തെ, യാഥാർത്ഥ്യബോധത്തിൽ സംസാരിക്കൂ, ഡ്രാമ കാണിക്കുന്നവരെ തനിക്ക് ഇഷ്ടമല്ല. പെൺകുട്ടി അപ്പോൾ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, എന്ത് ഡ്രാമയാണ്, എനിക്ക് വയ്യാതെ ഇരിക്കുകയാണ്, വീട്ടിൽ പോകാൻ കഴിയുന്നില്ല. ഇതിന് രാഹുലിൻ്റെ മറുപടി അതൊരു തെറിയാണ്. അതിനുശേഷം പെൺകുട്ടി തിരികെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഗർഭിണിയാക്കണം എന്ന് പറഞ്ഞതാര്, ഗർഭിണിയാകാൻ നിർബന്ധിച്ചതാര്, അത് തങ്ങളുടെ ആവശ്യമായിരുന്നില്ലേ, എന്നിട്ട് ഇപ്പോൾ എന്തേ മാറ്റി പറയുന്നു എന്നൊക്കെയുള്ള ചോദ്യം ആ പെൺകുട്ടി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിന് രാഹുലിന് കൃത്യമായ മറുപടിയില്ല. മാത്രമല്ല, രാഹുൽ ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഗർഭചിത്രത്തിന് ശേഷം തൻ്റെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും മോശമാണെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ അതിനെ കാര്യമായി എടുക്കുന്നില്ല രാഹുൽ. സാഹചര്യം അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പതുക്കെ സജീവമാകുന്നത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. മാത്രമല്ല, അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിരോധം, അതിലൊന്ന്, സസ്പെൻഷനിലായിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത് മാത്രമേ താൻ ചെയ്യുന്നുള്ളൂ, പാർട്ടിയുടെ ഔദ്യോഗികമായ കാര്യങ്ങളിൽ താൻ ഇടപെടുന്നില്ല, മാത്രവുമല്ല സർക്കാരിൻ്റെ അന്വേഷണം നടക്കുകയില്ല, അന്വേഷണത്തിന് ശേഷം ഇതുവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. കൂടാതെ ഈ മാത്തൂരിലടക്കം യോഗങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. ഈ സംഭാഷണ ശകലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ അത് വ്യക്തമാണ്. നേരത്തെ ചില കോൺഗ്രസ് നേതാക്കളൊക്കെ ചർച്ചയിലൊക്കെ വന്നിരുന്നത് AI കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിൽ നമുക്കതിനെ കണക്കാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോയാൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പിടിവള്ളിയാകും. മാത്രമല്ല, ഇത്രയും കാലം ഈ കേസ് അന്വേഷണത്തിൽ ഒരു സെക്കൻഡ് പാർട്ടി ഡീലിംഗ് അല്ലാതെ, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടികളല്ലാതെ നേരിട്ട് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നില്ല. ആകെ ഇക്കാര്യത്തിൽ മൊഴി എന്നുള്ളത് തടസ്സമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മൊഴി കിട്ടുമ്പോൾ, മൊഴി കിട്ടിയാൽ അത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തലവേദനയാകും. നിയമപരമായി ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാൻ കഴിയും. അതൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് വരും മണിക്കൂറുകളിലെ ആകാംക്ഷ. ഏതായാലും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയും ആ ചാറ്റും അത് രാഹുൽ മാങ്കൂട്ടത്തിന് തലവേദനയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കോൺഗ്രസ് അതിനുയർത്തുന്ന പ്രതിരോധം അത് ശ്രദ്ധേയമാകും. കാരണം പാലക്കാട് ഇതിനോടകം തന്നെ BJPയും CPMും രാഹുലിന്റെ സാന്നിധ്യം വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയുള്ള ശബ്ദരേഖകൾ പുറത്തു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയം. ഇക്കാര്യത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പ്രതികരണമടക്കം ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.